എന്തുകൊണ്ടാണ് CAA പിൻവലിക്കുമെന്ന് കൃത്യമായി പറയുന്നത്? ഞങ്ങൾക്ക് സൗകര്യമില്ലാത്തതുകൊണ്ട്. പിന്നെ സംസാരിക്കാൻ വന്നത് നമ്മുടെ KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റും UDF കൺവീനറുമാണ്. അദ്ദേഹം പരസ്യമായി പറഞ്ഞു, ഞങ്ങൾക്കിതിന് സൗകര്യമില്ല, അതിന് നിങ്ങളെന്തിനാണ് ചോദിക്കുന്നത്? അത് ശരി, ആ പറയുന്നതാണ് ശരി, നിങ്ങൾക്ക് സൗകര്യമില്ല, അത് ആ തരത്തിൽ പറയാം. എന്താണ് സൗകര്യമില്ലാതായത്? നിങ്ങൾ ഈ രാജ്യത്തെ ഒരു മതനിരപേക്ഷ പാർട്ടിയാണെന്നാണല്ലോ പറയുന്നത്. ഇത് സംഘപരിവാർ അജണ്ടയാണ് എന്നതിൽ സംശയമുണ്ടോ? ലോകത്തെവിടെയെങ്കിലും അഭയാർത്ഥികളെ വിവേചനത്തോടെ കാണുന്നുണ്ടോ? മതാടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്ന നില ലോകത്തെവിടെയെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? എന്തേ നമ്മുടെ രാജ്യം അത്തരമൊരു അവസ്ഥയിലേക്ക് തള്ളിവിടുമ്പോൾ നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയാത്തത്? ഞങ്ങൾക്ക് സൗകര്യമില്ല, അത് ശരിയായ മറുപടിയാണ്. ആ സൗകര്യമില്ലായ്മ യഥാർത്ഥത്തിൽ സംഘപരിവാർ അജണ്ടയോടൊപ്പം ചേരുന്നതുകൊണ്ടല്ലേ, സംഘപരിവാർ മനസ്സിനോടൊപ്പം ചേരുന്നതുകൊണ്ടല്ലേ. ഇപ്പൊ സംഘപരിവാർ മനസ്സിനോട് സമരസപ്പെടുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി എന്നല്ലേ അത് കാണിക്കുന്നത്? ഇതാണ് പ്രശ്നം. ഇപ്പൊ നമ്മുടെ നാട് എപ്പോഴും മതനിരപേക്ഷത പ്രധാനമായി കാണുന്ന നാടാണ്. മതനിരപേക്ഷതയുടെ വിളനിലമാണിവിടെ. മതനിരപേക്ഷതക്ക് ഏറ്റവും അധികം പോർലേൽപ്പിക്കുന്ന നടപടിയാണ് 2019 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വലിയ കാലതാമസമില്ലാതെ ചെയ്തു. ആ 2019 തന്നെ നമ്മുടെ രാജ്യത്ത് പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നു. പൗരത്വ നിയമ ഭേദഗതി എന്നത് കേവലമായൊരു നിയമ ഭേദഗതിയല്ല, അത് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ കടക്ക് കത്തിവെക്കലാണ്. കാരണം പൗരത്വം മതാടിസ്ഥാനത്തിലാക്കലാണ്. പൗരത്വം മതാടിസ്ഥാനത്തിലാക്കുന്നത് നമ്മുടെ രാഷ്ട്രം മതനിരപേക്ഷത അംഗീകരിച്ച് ഇത്രയും കാലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മതനിരപേക്ഷത നമ്മുടെ രാജ്യത്തിന് ചേർന്നതല്ല എന്ന് നേരത്തെ മുതൽ ഭരണഘടന അംഗീകരിച്ചത് മുതൽ RSSും സംഘപരിവാറും പറയുന്നുണ്ട്. RSSന്റെ അജണ്ട നമ്മുടെ രാഷ്ട്രത്തെ മതാധിഷ്ഠിത രാഷ്ട്രമാക്കലാണ്. അതവർ മറച്ചു വച്ചിട്ടില്ല. ഇപ്പോൾ RSS അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് രണ്ടാം ഊഴൽ ലഭിച്ച ഉടനെ 2019 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഈ പറയുന്ന നിയമ ഭേദഗതി കൊണ്ടുവന്നത്. ഈ ഭേദഗതി വ്യാപകമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. ലോകരാഷ്ട്രങ്ങൾ ശക്തമായി എതിർക്കുന്ന നില സ്വീകരിച്ചു. ആരൊക്കെ? നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തെ അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കി മാറ്റിയതാണ്. അമേരിക്കയ്ക്ക് ഏറ്റവും സന്തോഷം പകരുന്നൊരു കാര്യം, ഇന്ത്യയെപ്പോലൊരു രാഷ്ട്രം അമേരിക്കയുടെ കൂടെ എല്ലാ കാര്യത്തിലും നിൽക്കുന്നു. ലോക സംഭവവികാസങ്ങളിൽ അമേരിക്കക്ക് അനുകൂലമായ നിലപാടിലേക്ക് ഇന്ത്യ എത്തിയ ആ സംഭവം വലിയ സന്തോഷത്തോടെയാണ് അമേരിക്ക സ്വീകരിച്ചത്. പക്ഷേ ആ അമേരിക്കക്ക് ഇപ്പോൾ ഇന്ത്യയെ അപലപിക്കേണ്ടി വന്നു. ഈ മതാടിസ്ഥാനത്തിൽ പൗരത്വം ശരിയല്ല എന്ന് പറയേണ്ടി വന്നു. കാരണം ലോകം അത് അംഗീകരിക്കുന്നില്ല. ഒരുപാട് ലോകരാഷ്ട്രങ്ങൾ അതിനെതിരെ അണിനിരന്നു. ഐക്യരാഷ്ട്രസഭ അതിനെതിരെ പ്രതികരിച്ചു. നമ്മുടെ രാജ്യം പരിഷ്കൃത ലോകത്തിൽ നിന്നും ഒറ്റപ്പെടുന്ന അവസ്ഥയിലായി. ഇത് അന്താരാഷ്ട്ര തലത്തിലുള്ള കാര്യം. നമ്മുടെ രാജ്യത്താണെങ്കിൽ
ഏറെക്കുറെ എല്ലാവരും, മതനിരപേക്ഷ ചിന്താഗതിക്കാർ മുഴുവൻ അതിനെതിരെ അണിനിരന്നു. എപ്പോൾ? 2019 2020 ആദ്യവും. അന്ന് നമ്മുടെ മുന്നിൽ തെരഞ്ഞെടുപ്പൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടല്ല അതിനെതിരെ നമ്മുടെ രാജ്യം അണിനിരന്നത്. അങ്ങനെ പ്രതിഷേധിച്ചതിൻ്റെ ഭാഗമായി ദേശീയ നേതാക്കൾ വലിയ തോതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ജനറൽ സെക്രട്ടറിമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, നമ്മുടെ കൂടെ ഇന്ന് സ്റ്റേജിലിരിക്കുന്ന സഖാവ് ബിനോയ് വിശ്വം, ഇങ്ങനൊരു വലിയ നിരയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ ആ വഴിക്ക് എവിടെയെങ്കിലും കണ്ടോ? നമ്മൾ ഇവിടുന്ന് ജയിച്ചു പോയ 18 അംഗ സംഘത്തിൽ ആരെയെങ്കിലും ഈ പ്രതിഷേധത്തിൽ എവിടെയെങ്കിലും കാണാനായോ? എന്തേ കോൺഗ്രസ് തീർത്തും മാറി നിൽക്കാൻ കാരണം? ഇതാണ് നാം ആലോചിക്കേണ്ട കാര്യം. അവിടെ വലിയ തോതിൽ പിന്നീടും പ്രതിഷേധമുയർന്നു. പ്രതിഷേധിച്ചവർക്ക് നേരെ സംഘപരിവാർ ആക്രമണം അഴിച്ചു വിട്ടു. അവിടെയും ഓടിയെത്തിയത് ഇടതുപക്ഷ എംപിമാരും ഇടതുപക്ഷ നേതാക്കളുമായിരുന്നു. അതിന് ഡൽഹി പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ സീതാറാം യെച്ചൂരി അടക്കം പേരുണ്ടായി, ഇടതുപക്ഷ നേതാക്കളുടെ പേരുണ്ടായി. ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ്റെ പേര് അതിലെവിടെയെങ്കിലും കാണാൻ നമുക്ക് കഴിഞ്ഞോ? എന്താണ് ഇതുപോലൊരു പ്രശ്നത്തിൽ സംഘപരിവാറിൻ്റെ അജണ്ടയോടൊപ്പം നിന്ന് നിസ്സംഗത പാലിക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത്? ഇവിടെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് നമ്മുടെ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. കേരളത്തിൽ നടന്ന പ്രതിഷേധ പരിപാടികൾ. ഈ നിയമഭേദഗതി വന്നപ്പോൾ അതേ ഘട്ടത്തിൽ തന്നെ കേരളം പ്രഖ്യാപിച്ചു ഈ സംസ്ഥാനത്ത് പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന്. മാത്രമല്ല, അതിൻ്റെ തുടർച്ചയായി ഒരു വലിയ പ്രതിഷേധ സംഗമം തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നാം സംഘടിപ്പിച്ചു. അതിൽ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളുമെല്ലാം ഉണ്ടായി. എല്ലാവരും നമ്മുടെ സമൂഹത്തിലെ വിവിധ സാമൂഹ്യ സംഘടനകളുടെ എല്ലാ പ്രതിനിധികളും അതിലുണ്ടായി. കേരളത്തിൻ്റെ ആകെ പരിച്ഛേദം ശക്തമായ പ്രതിഷേധമുയർത്തി. തുടർന്ന് സർവകക്ഷി യോഗം ചേർന്നു. ഈ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തു. അതിൽ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളുമെല്ലാം പങ്കെടുത്തു. അവിടെ ഏകണ്ഠമായി ഈ പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ അംഗീകരിച്ചു. ഇതെല്ലാം ഏകണ്ഠമായി ചെയ്തതാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പരസ്യമായി ഇത്രയെല്ലാം നടപടികൾ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, നിയമസഭ പ്രമേയം പാസ്സാക്കിയതുകൊണ്ട് കേന്ദ്രം പാസ്സാക്കിയ നിയമം നടപ്പാകാതിരിക്കുകയോ? എത്ര ചരിത്ര നിഷേധം ഉൾക്കൊള്ളുന്ന പ്രസ്താവനയാണത്. മാത്രമല്ല, ഞങ്ങൾ
യോജിച്ച ഒരു പരിപാടിക്കും പങ്കെടുക്കില്ല എന്നും പ്രഖ്യാപിച്ചു. അപ്പോൾ എന്താണ് അത്തരമൊരു നിലപാടെടുക്കാൻ കാരണം? ഞങ്ങൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച എന്തെങ്കിലും നടപടിയുടെ ഫലമായിട്ടാണ് അവർക്ക് യോജിക്കാൻ കഴിയാതിരുന്നത് എന്നവർ ഇതേവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരോട് നിർദ്ദേശിക്കാൻ അധികാരമുള്ള കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം നിങ്ങൾ ഇങ്ങനെ പോകരുത്, പിൻവാങ്ങണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടാകാം. അതിൻ്റെ ഫലമായി അവർ പിൻവാങ്ങി. ഇതാണ് കോൺഗ്രസ്, ഇതാണ് നാം കാണേണ്ടത്. പോട്ടെ, ഇതെല്ലാം 4 വർഷം മുൻപുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ നിയമഭേദഗതി നടപ്പാക്കുന്നതിനായി ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലാണ് ആ ചട്ടങ്ങളുമായി വരുന്നത്. എല്ലാവരും അതിൽ പ്രതിഷേധിച്ചു. കോൺഗ്രസിൻ്റെ ശബ്ദം ആരെങ്കിലും കേട്ടോ? എന്തേ കോൺഗ്രസിന് പ്രതികരണമില്ലാത്തത്? കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ പ്രതികരണമെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ചോദ്യം ഏകദേശം സന്ധ്യ കഴിഞ്ഞപ്പോഴാണ്, രാത്രി ആലോചിക്കട്ടെ എന്നിട്ട് പറയാം. എന്തൊരു പരിഹാസ നിലപാടാണെന്ന് നോക്കണം. രാഹുൽ ഗാന്ധി ആ ഘട്ടത്തിൽ രാജ്യത്താകെ ഒരു യാത്ര നടത്തുന്നു. രാജ്യത്തെയും ലോകത്തെയും വിഷയങ്ങളെല്ലാം അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് മാത്രം ശബ്ദമില്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് ഇതിനെതിരെ ശബ്ദിക്കാൻ പോലും കഴിയാത്തത്? ഇപ്പോൾ എല്ലാ പാർട്ടികളും പ്രകടന പത്രിക പുറത്തിറക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇറക്കിയ പ്രകടന പത്രികയിൽ അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞിരിക്കുന്നു, പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യും. കോൺഗ്രസോ നിശബ്ദം. കോൺഗ്രസ് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന് ഒരു ദിവസം ആ പ്രകടന പത്രികയെക്കുറിച്ച് ഞങ്ങൾ പ്രതികരിക്കുകയുണ്ടായി. അപ്പോൾ അതിന് മറുപടിയായി നമ്മുടെ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞത് വിശ്വസിച്ചോ അല്ല അദ്ദേഹവും മലയാള മനോരമയും ചേർന്നാണോ എന്നറിയില്ല. മലയാള മനോരമ ബാനർ ഹെഡിങ്ങിൽ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തു. അതിൻ്റെ ചുരുക്കം ഇതാണ്, ഇവർ പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാക്കാതെയാണ് കോൺഗ്രസ് പറഞ്ഞില്ല എന്ന് പറഞ്ഞത്. ആ പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ്. ഇതിൻ്റെ പേജ് നമ്പർ എടുത്തു നോക്കൂ, അതിൽ കാണാം. അതിൽ ഖണ്ഡിക നമ്പർ ഇത്ര, അത് വായിക്കൂ, അതിൽ കാണാം. അപ്പോൾ പ്രകടന പത്രിക നോക്കാതെ ഈ പേജ് ഒന്ന് കണ്ണോടിക്കാതെ ആ ഖണ്ഡിക വായിക്കാതെ ഇത്തരമൊരു അഭിപ്രായം പറയുകയാണ് ചെയ്തത് എന്നാണ് സമർത്ഥിക്കാൻ നോക്കിയത്. അങ്ങനെ വന്നപ്പോൾ ആ പ്രകടന പത്രികയുമായി ആ വാർത്ത വന്ന ദിവസം പത്രസമ്മേളനം നടത്തി. ആ പ്രകടന പത്രിക മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ കാണിച്ചു, ഇതാണ് പ്രകടന പത്രിക, ഈ പറഞ്ഞ പേജ് ഇതാണ്, അതും കാണിച്ചു. ഖണ്ഡിക ഇതാണ്, ആ ഖണ്ഡികയിലെ വാചകങ്ങൾ ഓരോന്നായിട്ട് വായിച്ചു. എവിടെ CAA പൗരത്വ നിയമ ഭേദഗതി എന്ന ഒരു വാക്കുപോലും ഈ പ്രകടന പത്രികയിലില്ല. എത്ര വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ്, എത്ര വലിയ പച്ച നുണ നാടിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കലാണ്. എന്താണ് കോൺഗ്രസ്സിനത് കഴിയാത്തത്? അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ സംസാരിക്കാൻ വന്നത് നമ്മുടെ KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റും UDF കൺവീനറുമാണ്. അദ്ദേഹം
പരസ്യമായി പറഞ്ഞു, ഞങ്ങൾക്കിതിന് സൗകര്യമില്ല, അതിന് നിങ്ങളെന്തിനാണ് ചോദിക്കുന്നത്? അത് ശരി, ആ പറയുന്നതാണ് ശരി. നിങ്ങൾക്ക് സൗകര്യമില്ല, അത് ആ തരത്തിൽ പറയാം. എന്താണ് സൗകര്യമില്ലാതായത്? നിങ്ങൾ ഈ രാജ്യത്തെ ഒരു മതനിരപേക്ഷ പാർട്ടിയാണെന്നാണല്ലോ പറയുന്നത്. ഇത് സംഘപരിവാർ അജണ്ടയാണ് എന്നതിൽ സംശയമുണ്ടോ? ലോകത്തെവിടെയെങ്കിലും അഭയാർത്ഥികളെ വിവേചനത്തോടെ കാണുന്നുണ്ടോ? മതാടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്ന നില ലോകത്തെവിടെയെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? എന്തേ നമ്മുടെ രാജ്യം അത്തരമൊരു അവസ്ഥയിലേക്ക് തള്ളിവിടുമ്പോൾ നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയാത്തത്? ഞങ്ങൾക്ക് സൗകര്യമില്ല, അത് ശരിയായ മറുപടിയാണ്. ആ സൗകര്യമില്ലായ്മ യഥാർത്ഥത്തിൽ സംഘപരിവാർ അജണ്ടയോടൊപ്പം ചേരുന്നതുകൊണ്ടല്ലേ, സംഘപരിവാർ മനസ്സിനോടൊപ്പം ചേരുന്നതുകൊണ്ടല്ലേ. അപ്പോൾ സംഘപരിവാർ മനസ്സിനോട് സമരസപ്പെടുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി എന്നല്ലേ അത് കാണിക്കുന്നത്? ഇതാണ് പ്രശ്നം. ഇതൊരു ഭാഗം. നമ്മൾ വോട്ട് ചെയ്ത് അയച്ച 18 പേരുണ്ടല്ലോ, അവരിൽ ആരെങ്കിലും ഇവിടെ എവിടെയെങ്കിലും കണ്ടോ? ഈ കേരളത്തിന്റെ പൊതുവികാരത്തോടൊപ്പം നിന്നോ? ഇത് നമ്മുടെ പ്രശ്നം. ഇതല്ലേ നമ്മുടെ അനുഭവം. രാജ്യത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പൊ രാജ്യത്തിന്റെ ഭരണഘടന അത് ഭേദഗതി ചെയ്യണമെങ്കിൽ നിയതമായ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. രാജ്യത്തിന്റെ ഒരു സംസ്ഥാനം, ആ സംസ്ഥാന പദവി ഇല്ലാത്ത ഒന്നാക്കി മാറ്റണമെങ്കിൽ അതിന് അംഗീകരിക്കേണ്ട ധാരാളം നടപടിക്രമങ്ങളുണ്ട്. ഒരു ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ എഴുന്നേറ്റ് നിൽക്കുന്നു പാർലമെന്റിൽ, ഒരു കടലാസ് എടുത്ത് വായിക്കുന്നു. ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദ് ചെയ്തിരിക്കുന്നു. ജമ്മുകാശ്മീരിൻ്റെ സംസ്ഥാനമെന്ന പദവി എടുത്തു കളയുന്നു, അതിനെ കഷ്ണങ്ങളാക്കി മുറിക്കുന്നു. എന്താണിത്? എവിടെ ഈ പറഞ്ഞ നടപടിക്രമങ്ങൾ? ഞങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യും, അതാണ് സംഘപരിവാർ നിലപാട്. അതാണ് നടപ്പാക്കിയത്. ആരുടെ ആവശ്യ 370 റദ്ദ് ചെയ്യണമെന്നുള്ളത്? തുടക്കം മുതലുള്ള RSSന്റെ ആവശ്യം, സംഘപരിവാറിൻ്റെ ആവശ്യം. അതാണ് നടപ്പാക്കിയത്. അപ്പോൾ അത്തരം നിലപാടെടുത്ത BJPയെ ശക്തമായി എതിർക്കാൻ കോൺഗ്രസ് ഉണ്ടായോ? സാങ്കേതികമായി എതിർത്തിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതുപോലൊരു പ്രശ്നം വലിയ തോതിലുള്ള പ്രതിഷേധമാണല്ലോ ഉയർത്തിക്കൊണ്ടുവരിക. ആ പ്രതിഷേധത്തിൽ കോൺഗ്രസ് ഉണ്ടായോ? കോൺഗ്രസിന്റെ ശബ്ദം ആ രീതിയിൽ ഉയർന്നോ? എന്തുപറ്റി? രഹസ്യമായി BJPക്കാരെ അഭിനന്ദിച്ച കോൺഗ്രസ്സുകാർ പലരാണ്. ഒരാൾ രഹസ്യമല്ല, അത് രാജ്യസഭയിലെ കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പ്, വളരെ പ്രധാനപ്പെട്ട സ്ഥാനം. അദ്ദേഹത്തിന് ആവേശം അടക്കാൻ പറ്റിയില്ല. ഇത്തരമൊരു നടപടിയെടുത്ത BJPയെ അദ്ദേഹം അതിർകവിഞ്ഞ് വലിയ ആവേശത്തോടെ പിന്താങ്ങാൻ തയ്യാറായി. എന്തു ചെയ്തു? നേരെ കോൺഗ്രസ് നിന്നിറങ്ങി BJP പോയി. BJP അദ്ദേഹത്തെ വീണ്ടും രാജ്യസഭാംഗമാക്കി രാജ്യസഭയിലേക്ക് എത്തിച്ചു. ഇത്തരം സംഘപരിവാർ മനസ്സുകാരാണ് BJP, കോൺഗ്രസ്സിൽ. അവർക്ക് BJPയോട് വിയോജിപ്പില്ല. BJP നടപ്പാക്കുന്ന സംഘപരിവാർ അജണ്ടയോട് വിയോജിപ്പില്ല. അതിൻ്റെ കൂടെയാണ്. അതല്ലേ നമ്മൾ കണ്ടത്? ഇത് ആ ഒരു കാര്യത്തിൽ മാത്രമാണോ? NIA
കടുത്തൊരു നിയമമാണ്. ആ നിയമം കൂടുതൽ കടുത്തതാക്കാൻ ഭേദഗതിയുമായി BJP ഗവൺമെൻറ് വന്നു. എന്താ ഉദ്ദേശമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനെ എതിർക്കാൻ കോൺഗ്രസ് ഉണ്ടായില്ല. ലോക്സഭയിൽ ആ ബില്ലിനെ എതിർക്കാൻ 6 പേർ മാത്രമേ ഉണ്ടായുള്ളൂ. ആ 6-ൽ ഒരാൾ ആലപ്പുഴയിലെ ആരിഫായിരുന്നു. ഇതാണ് അവസ്ഥ. ഇവിടെ പോയി നമ്മളെ 18-അംഗ സംഘം, ആ 18-അംഗ സംഘത്തെ അയച്ചവർ എത്രമാത്രം വേദനിച്ചു ആ ഘട്ടത്തിൽ. ഈ ഓരോ ഘട്ടത്തിലും എത്രമാത്രം വേദനയോടെയാണ് അവർ സംഭവങ്ങൾ നോക്കിക്കണ്ടത്. UAPA ഒരു കരിനിയമമാണ്. ആ കരിനിയമത്തെ കൂടുതൽ കരിനിയമമാക്കാൻ ഭേദഗതിയുമായിട്ട് BJP വന്നു. എന്താ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം? കോൺഗ്രസ് BJPയുടെ കൂടെ. ഇതൊക്കെ ആരെ ലക്ഷ്യമിട്ടാണ് വരുന്നത് എന്ന് വ്യക്തമല്ലേ? ഇവിടെ നമ്മുടെ 18-അംഗ സംഘത്തെ കാണാൻ കഴിഞ്ഞോ? 18-അംഗ സംഘം ഇതിൻ്റെ എല്ലാം കൂടെ തന്നെ നിന്നു. BJP ഗവൺമെന്റിനെ എതിർക്കാനുണ്ടായില്ല. നമ്മൾ ആരെങ്കിലും ആഗ്രഹിച്ചോ ഇത്തരമൊരു ദുസ്ഥിതി? ഞങ്ങൾ വോട്ട് ചെയ്താണല്ലോ ഇവരെല്ലാം പോയത് എന്നിങ്ങനെ ആലോചിച്ച് പരിവേദനപ്പെടുന്ന നാട്ടുകാരല്ലേ കേരളത്തിലുണ്ടായത്? ഇതാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവം. ഓരോ അനുഭവവും, ഞാൻ എല്ലാ അനുഭവങ്ങളിലേക്കും ഇപ്പോൾ വിശദമായി പോകുന്നില്ല. ഇതൊരു ഭാഗം ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങൾ. നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ നോക്കൂ. നാട് നേരിട്ട വിവിധ ഘട്ടങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ഘട്ടങ്ങളിൽ ഇവർ സ്വീകരിച്ച സമീപനം എന്താണ്? നമ്മുടെ നാടിനെ തകർത്തെറിഞ്ഞ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നല്ലോ. നൂറ്റാണ്ടിലെ മഹാപ്രളയം, അതിരൂക്ഷമായ കാലവർഷക്കെടുതി. നമുക്കതിൽ നിന്ന് ശ്വാസം കഴിക്കാൻ നേരം കിട്ടുന്നതിന് മുൻപ് ലോകമാകെ പറന്ന കോവിഡ് മഹാമാരി, ഒരു ഘട്ടത്തിൽ നിപ്പ, വേറൊരു ഘട്ടത്തിൽ ഓക്കി, എന്തെല്ലാം. ഒരു നാട് തകർന്നടിഞ്ഞു പോകാൻ ഇതിൽ പരം എന്ത് വേണം? ആ ഘട്ടത്തിലല്ലേ നാടിന് സഹായം വേണ്ടത്? നാടിന് പ്രത്യേക പാക്കേജ് അപ്പോഴല്ലേ അനുവദിക്കേണ്ടത്? അതൊരു ഔദാര്യമല്ല. ഈ രാജ്യത്തിൻ്റെ ഭാഗമായ സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണ്. കേന്ദ്രം പ്രത്യേക പാക്കേജ് അനുവദിച്ചോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ തന്നോ? കേന്ദ്ര ഗവൺമെന്റിന്റെ നിഷേധാത്മക സമീപനത്തിനെതിരെ അരയക്ഷരം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായോ? എന്തേ അവർക്ക് കേരളത്തെ വിരോധപരമായി സമീപിച്ച് കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്ന BJPയുടെ കൂടെ നിൽക്കാൻ താല്പര്യം? എന്തുകൊണ്ട് കേരളത്തെയും ജനങ്ങളെയും മറന്നുകൊണ്ടുള്ള ഈ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചു? എന്തെല്ലാം സംഭവങ്ങൾ! ഞാനതിൻ്റെ മുഴുവൻ ആവർത്തനത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണല്ലോ. അതെവിടം വരെ എത്തി? ലോകത്തെ ചില രാഷ്ട്രങ്ങൾ, നമ്മളെ അറിയാവുന്നവർ, നമ്മൾ തകർന്നു പോകുന്നു എന്ന് കണ്ടപ്പോൾ വേദനിച്ചവർ നമ്മെ സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങളൊരു സഹായവും സ്വീകരിക്കില്ല. ഇപ്പോഴുള്ള പ്രധാനമന്ത്രി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ വലിയ ദുരന്തം അവിടെ നടന്നിരുന്നു. അന്താരാഷ്ട്ര സഹായം അന്ന് ആ സംസ്ഥാനം ഏറ്റുവാങ്ങിയിരുന്നു. ഇതേ ആള് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ഇന്ത്യ ഗവൺമെൻറ് പറയുന്നത് സഹായം സ്വീകരിക്കില്ല. എന്തേ കാരണം? കേരളത്തിന് സഹായം ലഭിക്കട്ടെ. ഇവരാരെങ്കിലും എതിർക്കാൻ തയ്യാറായോ? കോൺഗ്രസിന്റെ ശബ്ദം നമ്മൾ കേട്ടോ? എന്തെല്ലാം സംഭവങ്ങൾ!
എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇത്തരമൊരു കേരള വിരുദ്ധ മനോഭാവം വന്നത്? ഇപ്പോൾ നമ്മുടെ നാടിനെ വലിയ തോതിൽ തകർക്കുന്ന നിലപാടാണ് പിന്നീട് കാണാൻ നമുക്ക് കഴിഞ്ഞത്. കേരളത്തെ ശ്വാസം മുട്ടിക്കുക, അതിനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. സാമ്പത്തികമായി ഞെരുക്കുക. ഏതെല്ലാം തരത്തിലുള്ള ഞെരുക്കം? കേരളത്തിന് അർഹതപ്പെട്ട നികുതി വീതം തരാതിരിക്കുക, കേരളവും കേന്ദ്രവും കൂടി ചെലവിടുന്ന സംഖ്യ അത് സംസ്ഥാനമാണ് ആദ്യം ചെലവിടുക, ചെലവിട്ട സംഖ്യ പിന്നെ തരാതിരിക്കുക, കേരളത്തിന് അർഹതപ്പെട്ട കടം എടുക്കാൻ അനുവദിക്കാതിരിക്കുക, ഇങ്ങനെ ഒരുപാട് നടപടികൾ. നമ്മൾ വലിയ സാമ്പത്തിക ശേഷിയുള്ള സംസ്ഥാനമല്ലല്ലോ. എന്താ ഇവിടെ സംഭവിച്ചത്? കേരള ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ കൊടുത്ത കേസിൽ എന്താണ് കേരളത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നത് കൃത്യമായി പറഞ്ഞു. 1,07,500 കോടിയിൽ പരം രൂപ കഴിഞ്ഞ 7 വർഷം കൊണ്ട് കേരളത്തിന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് സമീപനം കാരണം അത് തടഞ്ഞു. ഒരു നാട്ടിന് 1,07,500 കോടിയിൽ പരം രൂപ കിട്ടാതായി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വിഷമാലോചിച്ച് നോക്കൂ. എന്താ ഈ 18 അംഗ സംഘം ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പ്രശ്നം പാർലമെന്റ് ഉന്നയിക്കാൻ തയ്യാറായോ? ഞങ്ങൾ 2 തവണ എംപിമാരുടെ കോൺഫറൻസിൽ നിങ്ങൾ ഈ പ്രശ്നം സംയുക്തമായി ധനമന്ത്രിയെ കണ്ട് നിവേദനം നൽകണം എന്ന് ആവശ്യപ്പെട്ടു. എല്ലാവരും സമ്മതിച്ചു പോയി. ആദ്യം നിവേദനത്തിൽ ഒപ്പിടാൻ തയ്യാറായില്ല. 2ാമത്തെ തവണ നിവേദനവുമായി ചെന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഒപ്പിടണമെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് ഈ നിവേദനത്തിൽ ആദ്യം എഴുതണം. എങ്ങനെയുണ്ട്? നമ്മൾ കൊടുക്കുന്ന നിവേദനം ഇന്ത്യ ഗവൺമെൻറ് വിവേചനം കാണിക്കുന്നു, കേരളത്തോട് അവഗണന കാണിക്കുന്നു. ആ നിവേദനത്തിൽ ആദ്യ വാചകമായിട്ട് ചേർക്കേണ്ടത് ഇതൊക്കെ നിങ്ങളുടെ വീഴ്ച കൊണ്ടല്ല, ഞങ്ങളുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥ കൊണ്ട് സംഭവിക്കുന്നതാണ്. എങ്ങനെയുണ്ട്? ഇതാണ് UDF. നമ്മൾ സുപ്രീം കോടതിയിൽ പോയപ്പോൾ നമ്മുടെ ന്യായങ്ങൾ സുപ്രീം കോടതിക്ക് പൂർണ്ണമായി ബോധ്യമായി. അവർ കേരളത്തിന് അർഹതപ്പെട്ട 13,000 കോടിയിൽ പരം രൂപ നിങ്ങൾ അനുവദിക്കാതിരിക്കുന്നതിന് എന്താണ് ന്യായമെന്ന് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളത് അനുവദിക്കണം. അത് നമ്മോട് കാണിക്കുന്നൊരു ഔദാര്യമല്ല, നമുക്ക് അർഹതപ്പെട്ട പണമാണ്. പക്ഷെ അർഹതപ്പെട്ട പണം നമുക്ക് കിട്ടുന്നതിന് സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. അത്രമാത്രം കേരള വിരുദ്ധ സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്, BJP സ്വീകരിച്ചത്. അതിൻ്റെ കൂടെയാണ് കേരളത്തിലെ കോൺഗ്രസും UDFും ഈ 18 അംഗ സംഘവും നിന്നത്. അതല്ലേ വസ്തുത? ഇപ്പോൾ കേസ് മുഴുവൻ കേട്ട കോടതി അവസാനം പറഞ്ഞു, ഇത് അതീവ ഗൗരവമായ പ്രശ്നമാണ് കേരളം ഉന്നയിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഞങ്ങൾ ഇതേവരെ കടക്കാത്ത ഒട്ടേറെ മേഖലകളുണ്ട്. അതായത് സുപ്രീം കോടതി വ്യക്തത വരുത്താത്ത മേഖലകൾ. അത് ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുകയാണ്. ഒരു ദേശീയ പ്രശ്നമായി അത് മാറി. ഇതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ നാട് ഏത് രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തികമായി ഞെരുക്കാൻ നോക്കുന്നു എന്നത് നമ്മൾ പരാതിപ്പെട്ടപ്പോൾ അത് മുഖവിലക്കെടുത്ത് നടപടിയെടുക്കാൻ സുപ്രീം കോടതി തയ്യാറായിരിക്കുന്നു. യഥാർത്ഥത്തിൽ
ഇവിടുത്തെ കോൺഗ്രസിനും UDF-നും മുഖത്തേറ്റ അടിയാണത്. ഈ 18-അംഗ സംഘം ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിൻ്റെ വികാരത്തോടൊപ്പം നിന്നോ? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ടത് BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ കേരള വിരുദ്ധ നിലപാട് സ്വീകരിച്ചവരുണ്ട്. അതൊന്ന് BJP ആണ്, മറ്റൊന്ന് UDF ആണ്. ആ കേരള വിരുദ്ധ നിലപാട് സ്വീകരിച്ചവർക്കെതിരെയുള്ള വികാരം കൂടി BJP വിരുദ്ധ വികാരത്തോടൊപ്പം നമ്മുടെ കേരളത്തിലാകെ അലിയടിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും അതിശക്തമായ LDF അനുകൂല തരംഗമാണ് അലിയടിച്ചുയരുന്നത്. ഇതാണ് കേരളത്തിൽ ഇന്ന് കാണാൻ കഴിയുന്ന വസ്തുത. ഇവിടെ സഖാവ് രവീന്ദ്രനാഥാണ് LDF-ൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. പ്രൊഫസർ രവീന്ദ്രനാഥിനെ അറിയാത്തവരാരുമില്ല. നല്ല നിലപാടിലുള്ള വ്യക്തതയും ആശയത്തിലുള്ള തെളിമയും അദ്ദേഹത്തെ എല്ലാ കാലത്തും പ്രത്യേക ശ്രദ്ധാകേന്ദ്രമാക്കിയിട്ടുണ്ട്. ദീർഘകാലത്തെ പൊതുപ്രവർത്തന പരിചയം, തെളിമയാർന്ന നിലപാട്, നല്ല രീതിയിലുള്ള ആശയവ്യക്തത. ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിലിടപെട്ട് ദേശീയ പ്രശ്നമായാലും കേരളത്തിൻ്റെ പ്രശ്നമായാലും ചാലക്കുടിയുടെ പ്രശ്നമായാലും അതിലിടപെട്ട് സംസാരിക്കുന്നതിന് ഒരാശയക്കുഴപ്പവും അദ്ദേഹത്തിനുണ്ടാകില്ല. അപ്പോൾ അദ്ദേഹത്തെയാണ് ഈ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രൊഫസർ രവീന്ദ്രനാഥിനെ അദ്ദേഹത്തിൻ്റെ ചിഹ്നമായ അരിവാച്ചുരിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് വലിയ ഭൂരിപക്ഷത്തോടെ ചാലക്കുടിയുടെ പ്രതിനിധിയായി പാർലമെന്റിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.